മുൻകോപിയായ തൻ്റെ മകൻ്റെ ഈ ദുശ്ശീലം ഒന്ന് അവസാനിപ്പിക്കണമല്ലോ എന്ന് അച്ഛൻ തീരുമാനിച്ചു. മകൻ്റെ തോളിൽ കൈയിട്ട് വളരെ സ്നേഹത്തോടെ ആ അച്ഛൻ പറഞ്ഞു, മോനെ, ആരെ കണ്ടാലും ദേഷ്യപ്പെടുന്ന നിൻ്റെ ഈ പ്രകൃതമുണ്ടല്ലോ, ഒരാളുടെയും സ്ഥാനവും പദവിയും പരിഗണിക്കാതെ എടുത്തുചാടിയുള്ള ഈ വർത്തമാനം, ഇത് മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവേൽക്കുന്നുണ്ട്. ആ മുറിവിൻ്റെ ആഘാതം നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ദുസ്വഭാവം മാറ്റുന്നതല്ലേ നല്ലത്. മകൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അച്ഛാ, പക്ഷെ നിർത്താനാവുന്നില്ല. ശരി, നമുക്കതിനൊരു മാർഗം കണ്ടെത്താം. ഒരു സഞ്ചി നിറയെ ആണികളുമായി മകൻ്റെ കയ്യിൽ പിടിച്ച് അച്ഛൻ പുറത്തേക്കിറങ്ങി. മുറ്റത്തുണ്ടായിരുന്ന വലിയൊരു വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരാളോട് ദേഷ്യം തോന്നുന്ന സമയത്ത് ഓടി വന്ന് ഒരാണിയെടുത്ത് ഈ ഭിത്തിയിൽ തറയ്ക്കണം. എത്ര ദേഷ്യം വരുന്നോ അപ്പോഴൊക്കെ ഓരോരോ ആണികൾ തറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിൻ്റെ ശ്രദ്ധ മാറുകയും ഈ ആണിയിലേക്ക് തിരിയുകയും ചെയ്യും. അങ്ങനെ നിൻ്റെ ദേഷ്യ സ്വഭാവം മാറാൻ ഇടവരും. മകൻ അങ്ങനെ ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ദിവസം തന്നെ 32 ആണികളാണ് അവൻ ആ മരത്തിൽ തറച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞു. അവൻ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ദേഷ്യത്തിനും മുൻകോപത്തിനുമൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അച്ഛന് വലിയ സന്തോഷമായി. അച്ഛൻ മകൻ്റെ കയ്യിൽ പിടിച്ച് ആ വൃക്ഷത്തിൻ്റെ സമീപത്തെത്തിയിട്ട് പറഞ്ഞു, നീ തറച്ച ആണികളാണ് ഇവയൊക്കെ, ഇവ ഓരോന്നായി പറിച്ചെടുക്കൂ. മകൻ അവ ഓരോന്നോരോന്ന് വലിയ ത്യാഗം ചെയ്ത് പറിച്ചെടുത്തു. അപ്പോൾ അതിൽ അടയാളങ്ങളുണ്ടായിരുന്നു നിറയെ. മോനോട് അച്ഛൻ പറഞ്ഞു, മകനെ, ഇതുപോലെയാണ് നീ പറയുന്ന ഓരോ വാക്കുകളും ഓരോ വ്യക്തിയുടെ മനസ്സിൽ തറയ്ക്കുന്നത് ഇതുപോലെയാണ്. ഒരുപക്ഷെ നീ അവരോട് ക്ഷമ ചോദിച്ചേക്കാം, അവർ ക്ഷമിക്കുകയും ചെയ്തേക്കാം. പക്ഷേ നീ പറഞ്ഞ വാക്കുകളുടെ ആഘാതം, അതേൽപ്പിച്ച മുറിവ്, ഈ ആണിപ്പഴുതുകൾ അവശേഷിക്കുന്നത് പോലെ അവർ ക്ഷമിച്ചാലും അവരുടെ മനസ്സിൽ തങ്ങിക്കിടക്കും. അതുകൊണ്ട് മോനെ, ആരോടും ദേഷ്യപ്പെടരുത്. ആരുടെയും മനസ്സ് നൊമ്പരപ്പെടുന്ന വാക്ക് നീ പറയരുത്.